NSSന് സവർണ മനോഭാവമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. NSSനെതിരെ വീണ്ടും വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജി സുകുമാരൻ നായർക്ക് സവർണ മനോഭാവം. മാടമ്പികളുടെ പിന്നാലെ പോകേണ്ട അവസ്ഥ CPMനില്ല. മാടമ്പിത്തരം കയ്യിൽ വച്ചാൽ മതി. തമ്പ്രാക്കന്മാരുടെ നിലപാട് NSS തുടരുന്നത് കൊണ്ടാണ് NSSുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്. NSSലെ സാധാരണക്കാർ CPMനൊപ്പമാണ്. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ഗതികേട് CPMനില്ല. ശബരിമല വിഷയത്തിലെ നിലപാട് തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമാവില്ലെന്നും കോടിയേരി. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ശബരിമല വിഷയത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയതിന് പിന്നാലെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും NSS വിശ്വാസ വിഷയത്തിൽ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അണപൊട്ടിയ രോഷം. പെരിയ ഇരട്ടക്കൊലപാതകത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ട CPM പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാനെത്തിയ CPM നേതാക്കൾക്ക് നേരെ വൻ പ്രതിഷേധം. പ്രദേശത്ത് സംഘർഷം നടന്നത് സന്ദർശനം നടത്താനെത്തിയ MP പി കരുണാകരൻ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതോടെ. ആക്രമണത്തിനിരയായ CPM പ്രവർത്തകരുടെ വീടുകളിലേക്ക് നേതാക്കൾ എത്തുമെന്നറിഞ്ഞതോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. നേതാക്കൾക്ക് നേരെ പ്രതിഷേധവുമായി എത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കല്യാട്ടെ CPM അനുഭാവികളുടെ വീടുകളും കടകളും വ്യാപകമായി ആക്രമിച്ചിരുന്നു. അതേസമയം കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെന്ന് പി കരുണാകരൻ. സന്ദർശനത്തിൽ നിന്ന് പിന്മാറിയത് കോൺഗ്രസ് സഹകരിക്കാത്തതിനെ തുടർന്ന് പെരിയയിലെ ആക്രമണങ്ങളിൽ 5 കോടിയുടെ നഷ്ടമെന്നും പ്രതികരണം. കൊച്ചിയിൽ പുകശല്യം. കൊച്ചി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് നഗരപ്രദേശങ്ങളിൽ പുകശല്യം രൂക്ഷം. സംഭവത്തിൽ റവന്യൂ മന്ത്രി ജില്ലാ ഭരണകൂടത്തോട് റിപ്പോർട്ട് തേടി. പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ 4 ഭാഗത്തുനിന്നും തീ പടർന്നത് ആസൂത്രിതമാണോ എന്ന് സംശയമുണ്ടെന്ന് മേയർ സൗമിനി ജെയിൻ. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും പ്രതികരണം. തീപിടുത്തത്തെ തുടർന്ന് പുക വ്യാപിച്ചത് പനമ്പള്ളി നഗർ, വൈറ്റില, കടവന്തറ, മരട്, അമ്പലമുകൾ പ്രദേശങ്ങളിൽ. പ്ലാന്റിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനാണ് പുകശല്യം രൂക്ഷമാകാൻ കാരണം. പുകശല്യം കാരണം മിക്കയിടത്തും ആളുകൾക്ക് ശ്വാസതടസ്സവും അസ്വസ്ഥതയും നേരിടുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തീ പടർന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ കൊച്ചിയിൽ മാലിന്യ കൂനകൾക്ക് തീ പിടിക്കുന്നത് ഇത് 4ാം തവണ. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസ് ക്രൈംബ്രാഞ്ച് നാളെ ഏറ്റെടുക്കും. അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ് ഇന്ന് ജില്ലയിലെത്തും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തുവെന്നാണ് ലോക്കൽ പോലീസിന്റെ അവകാശവാദം. പ്രതികളെ സഹായിച്ച ചിലരെ മാത്രമാണ് ഇനി പിടികൂടാനുള്ളത്. മുഖ്യപ്രതി പീതാംബരൻ രാഷ്ട്രീയ വൈരം തീർക്കാൻ സുഹൃത്തുക്കളുമായി സംഘം ചേർന്ന് നടത്തിയ കൊലപാതകമെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. തെളിവ് ശേഖരണവും പൂർത്തിയായി. അതിനിടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസിലെ 2 പ്രതികളുടെ മൊബൈൽ ഫോൺ ലോക്കൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നു. നടപടി സംഭവ ദിവസം മുതൽ ഇവരെ കാണാനില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലേറ്റ മുറിവുകളുടെ സ്വഭാവമാണ് കൃത്യത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണ് എന്ന നിഗമനത്തിൽ പോലീസിനെ എത്തിച്ചത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്ന അറസ്റ്റിലായവരുടെ വാദം പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. പ്രതികളുടെ ഫോൺ കോളുകളും പോലീസ് പരിശോധിക്കുന്നു. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും അന്വേഷണം ആരംഭിക്കാൻ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള 2 പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മുഴുവൻ പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ സമർപ്പിക്കും. നിലവിലെ അന്വേഷണത്തിന്റെ രേഖകളും ശേഖരിക്കും. കസ്റ്റഡിയിലുള്ള മുഴുവൻ പ്രതികളെയും ഇന്നലെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. തിരിച്ചടിക്കുമെന്ന് ട്രംപ്. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അപകടകരമായ അവസ്ഥയിലാണ്. 40 സൈനികരെ നഷ്ടപ്പെട്ട ഇന്ത്യയുടെ വികാരം മാനിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക ശ്രമിക്കുമെന്നും വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ്. ഭീകര സംഘടനകൾക്കുള്ള സഹായം നിർത്തണമെന്ന് അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. തീവ്രവാദത്തിനെതിരെ സ്വയം പ്രതിരോധത്തിന് ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനും വ്യക്തമാക്കിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന ചേരും. നമസ്കാരം.